ശ്രീ സായിനാഥായ നമഃ. ഓം സദ്ഗുരുവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സുഭക്തേച്ഛയാമാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. ജയ് സായിറാം. വന്ദേ ഗുരുപരമ്പര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ സായി ഭക്തനായ ഹേമത് പാന്ത് മറാഠി ഭാഷയിൽ പദ്യരൂപത്തിൽ രചിച്ച ശ്രീ സായി സച്ചരിത്ര എന്ന മൂലഗ്രന്ഥത്തിൻ്റെ മലയാള വിവർത്തനമാണ് ശ്രീ സായി സച്ചരിതം. മറാഠി ഭാഷ അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിവർത്തനം. സായി സച്ചരിതത്തിൻ്റെ 5-ാം അധ്യായമാണ് ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. അധ്യായം 5. ബാബ ഷിർദിയിലേക്ക് എങ്ങനെ തിരിച്ചു വന്നുവെന്ന് പ്രതിപാദിക്കാം. നൈസാം സ്റ്റേറ്റിലെ ഔറംഗാബാദ് ജില്ലയിൽപ്പെട്ട ധൂപ് എന്ന ഗ്രാമത്തിൽ ധനികനായ ചാന്ദ് പട്ടേൽ എന്ന പേരിൽ ഒരു മുസ്ലിം പ്രമാണിയുണ്ടായിരുന്നു. അയാൾ ഔറംഗാബാദിലേക്ക് പോകും വഴി ഒരു കുതിരയെ നഷ്ടപ്പെട്ടു. 2 മാസങ്ങളോളം നിരന്തരമായി തിരഞ്ഞിട്ടും നഷ്ടപ്പെട്ട കുതിരയെ ഒരു വിവരവും കിട്ടിയില്ല. അവസാനം നിരാശനായി ജീനിയും ചുമലിലിട്ട് മടങ്ങി വരികയായിരുന്നു. വരും വഴിക്ക് 13 നാഴികയിലധികം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു മാവിൻ ചുവട്ടിൽ രത്നതുല്യനായ ഒരു ഫക്കീർ ഇരിക്കുന്നത് കണ്ടു. തലയിൽ ഒരു തൊപ്പിയും ദേഹത്തിൽ കഫ്നി എന്ന നീളം കുപ്പായവും കയ്യിൽ ഒരു ചെറിയ വടിയും ഉണ്ടായിരുന്നു. ഫക്കീർ ചില്ലീം എന്ന് പറയുന്ന മൺപൈപ്പിൽ പുകയിലിട്ട് പുകവലിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ചാന്ദ് പട്ടേൽ പോകുന്നത് കണ്ടപ്പോൾ ഫക്കീർ അങ്ങോട്ട് വിളിച്ച് ഒരു പുകവലിച്ച് വിശ്രമിച്ചു കൊള്ളാൻ ക്ഷണിച്ചു. ജീനിയെ പറ്റി അയാളോട് ഫക്കീർ അന്വേഷിച്ചു. ചാന്ദ് പട്ടേൽ അത് തൻ്റെ ഇഷ്ടപ്പെട്ട കുതിരയുടേതാണെന്ന് പറഞ്ഞു. ഉടനെ ഫക്കീർ അടുത്തുള്ള തോട്ടത്തിൽ പോയി നോക്കാൻ പറഞ്ഞു. അയാൾ അവിടെ പോയി നോക്കുമ്പോൾ വിസ്മയമെന്ന് പറയട്ടെ, കുതിരയുണ്ട് അവിടെ നിൽക്കുന്നു. അയാൾക്ക് ഈ ഫക്കീർ ഒരു ചില്ലറക്കാരനല്ലെന്നും വലിയൊരു മഹായോഗിയാണെന്നും ബോധ്യമായി. അയാൾ കുതിരയെ പിടിച്ച് ഫക്കീറിന്റെ അരികിലെത്തി. ചില്ലീം അപ്പോഴേക്കും തയ്യാറായിരുന്നു. പക്ഷെ 2 സാധനങ്ങൾ കൂടി ഒരുക്കേണ്ടിയിരുന്നു. 1 പൈപ്പ് കൊളുത്താൻ തീ, 2 കുഴൽ മൂടി പുക വലിക്കുന്ന തുണി നനയ്ക്കാൻ വെള്ളം. ഫക്കീർ ഒരു മുള്ളെടുത്ത് നിലത്ത് ആഞ്ഞുകുത്തിയപ്പോൾ ഒരു തീക്കനൽ പ്രത്യക്ഷപ്പെട്ടു. അത് പൈപ്പിലിട്ട് സദ്ക കൊണ്ട് നിലത്തടിച്ചപ്പോൾ വെള്ളം ഒഴുകാൻ തുടങ്ങി. തുണി അതിൽ നനച്ചു പിഴിഞ്ഞ് പൈപ്പിന് ചുറ്റി. അങ്ങനെ പൂർത്തിയായപ്പോൾ ഫക്കീർ പുകവലിച്ച് ചാന്ദ് പട്ടേലിന് കൊടുത്തു. ഇതെല്ലാം കണ്ട് ചാന്ദ് പട്ടേൽ വിസ്മയസ്തബ്ധനായി. അയാൾ ഫക്കീറിനോട് തൻ്റെ വീട്ടിൽ വന്ന് സൽക്കാരം സ്വീകരിക്കാൻ അപേക്ഷിച്ചു. അടുത്ത ദിവസം ഫക്കീർ പട്ടേലിന്റെ വീട്ടിൽ പോയി അവിടെ കുറച്ചു ദിവസം താമസിച്ചു. പട്ടേൽ ധൂപ് ഗ്രാമത്തിലെ അധികാരിയായിരുന്നു. അയാളുടെ ഭാര്യ സഹോദരന്റെ മകന്റെ കല്യാണത്തിന് വധുവെ കണ്ടുവച്ചത് ഷിർദിയിൽ നിന്നായിരുന്നു. അങ്ങനെ പട്ടേൽ ഷിർദിയിലേക്ക് പോവാൻ ഒരുക്കം കൂട്ടി. ഫക്കീറും ആ കല്യാണ പാർട്ടിയെ അനുഗമിച്ചു. കല്യാണം മംഗളമായി കഴിഞ്ഞ് പാർട്ടി ധൂമിലേക്ക് മടങ്ങി. എങ്കിലും ഫക്കീർ തിരിച്ചുപോയില്ല. ഷിർദിയിൽ തന്നെ സ്ഥിരതാമസമാക്കി. സായി എന്ന പേര് ഫക്കീറിന് ലഭിച്ചത്. കല്യാണ പാർട്ടി ഷിർദിയിലെത്തുമ്പോൾ മഹൽസാപതിയുടെ വയലിൽ ഗഡ്ഗോബ ക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങി. വണ്ടികളെല്ലാം അഴിച്ച് ഗഡ്ഗോബ ക്ഷേത്ര മുറ്റത്ത് നിർത്തി. ഓരോരുത്തരുമായി ഇറങ്ങിയതോടൊപ്പം ഫക്കീറും ഇറങ്ങി. ഭഗത് മഹൽസാപതി യുവാവായ ഫക്കീർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് യാ സായ്, സ്വാഗതം സായ് എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു.
മറ്റുള്ളവരും സായി എന്ന് വിളിച്ചു. അതിൽ പിന്നെ ഫക്കീർ സായിബാബയായി. സായിബാബ ഒരു മസ്ജിദിൽ താമസം തുടങ്ങി. ബാബ വരുന്നതും എത്രയോ കൊല്ലം മുമ്പ് മുതൽ ദേവിദാസ് എന്നു പേരായ ഒരു യോഗി ഷിർദിയിൽ താമസിച്ചിരുന്നു. ബാബയ്ക്ക് ആ യോഗിയുമായി സമ്പർക്കം ഇഷ്ടപ്പെട്ടു. ആ യോഗിയോടൊപ്പം ബാബ മാരുതി ക്ഷേത്രത്തിലേക്കും ചാവടിയിലേക്കും, പഞ്ചായത്ത് കൂടുന്ന സ്ഥലം, മാരുതി ക്ഷേത്രത്തിലും ചാവടിയിലും താമസിച്ചു. ചിലപ്പോൾ ഏകനായും താമസിച്ചു. പിന്നെ ജാനകിദാസ് എന്ന യോഗി വന്നു. ബാബ അധിക നേരം ഇദ്ദേഹവുമായി സംസാരിച്ചിരിക്കും. അഥവാ ജാനകിദാസ് ബാബയുടെ അടുക്കലേക്ക് ചെല്ലും. പിന്നെ പൊൻതമ്പിയിൽ നിന്നും ഗംഗാഗിർ എന്ന പേരായ വൈശ്യഗൃഹസ്ഥാശ്രമിയായ ഒരു യോഗിയും ഷിർദിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അദ്ദേഹം ബാബയെ കാണുമ്പോൾ ബാബ 2 കൈയിലും വെള്ളം നിറച്ച കുടവുമായി പൂന്തോട്ടം നനയ്ക്കുകയായിരുന്നു. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഈ രത്നത്തെ കിട്ടിയ ഷിർദി അനുഗ്രഹീതയാണ്. ഈ മനുഷ്യൻ വെള്ളം ചുമക്കുന്നുവെങ്കിലും സാധാരണക്കാരനല്ല. ഈ ഷിർദി അനുഗ്രഹീതയും ഭാഗ്യവതിയുമായതിനാലാണ് ഈ രത്നത്തെ കിട്ടിയത്. അതുപോലെ തന്നെ ഏവലാമഠത്തിലെ ആനന്ദനാഥ് എന്നു പേരായ അക്കൽക്കോട്ട് മഹാരാജാന്റെ ശിഷ്യൻ കുറെ ആളുകളോടുകൂടി ഷിർദിയിൽ വന്നു. സായിബാബയെ കണ്ടതോടുകൂടി ഇപ്രകാരം തുറന്നു പറഞ്ഞു, ഇത് വില പിടിച്ച ഒരു രത്നക്കല്ലാണ്. സാധാരണക്കാരനെ പോലെ കാഴ്ചയിൽ തോന്നുന്നുവെങ്കിലും ഇത് വെറും സാധാരണ കല്ലല്ല, രത്നക്കല്ലു തന്നെയാണ്. അടുത്ത ഭാവിയിൽ നിങ്ങൾക്കതറിയാൻ കഴിയും. ഇതും പറഞ്ഞ് അദ്ദേഹം ഏവാനയിലേക്ക് മടങ്ങി. ഇതും പറഞ്ഞത് സായിബാബ ചെറുപ്പക്കാരനായിരുന്നപ്പോഴാണ്. ബാബയുടെ വസ്ത്രങ്ങളും ദിനചര്യകളും. ചെറുപ്പകാലത്ത് സായിബാബ മുടി വളർത്തിയിരുന്നു. ഒരിക്കലും മുണ്ടനം ചെയ്തിരുന്നില്ല. ഒരു അഭ്യാസിയുടെ വസ്ത്രധാരണ രീതിയായിരുന്നു അന്ന്. റഹഡയിലേക്ക്, ഷിർദിയിൽ നിന്ന് 9 നാഴിക പോകുമ്പോഴുള്ള സ്ഥലം. റഹഡയിലേക്ക് പോയി വരുമ്പോൾ ചെണ്ട്, ജയ്, ജൂയി മുതലായ ചെടികൾ കൊണ്ടുവന്ന് അവ നട്ടു നനച്ചുണ്ടാക്കും. വാമൻ ദാത്യ എന്ന ഭക്തൻ ദിവസവും 2 മൺപാത്രങ്ങൾ കൊടുക്കും. അവ കൊണ്ട് ബാബ തന്നെ വെള്ളം ചുമന്ന് നനയ്ക്കും. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടങ്ങൾ വേപ്പുമരച്ചോട്ടിൽ വയ്ക്കും. നിലത്ത് വയ്ക്കുന്നതോടുകൂടി അവ പച്ച മണ്ണായതിനാലും ചൂളക്കിടാത്തവയായതിനാലും ഉടഞ്ഞു പോകും. അടുത്ത ദിവസം താത്യ വേറെ 2 മൺപാത്രങ്ങൾ കൊടുക്കും. അങ്ങനെ 3 കൊല്ലം മുടങ്ങാതെ നടന്നതിൻ ഫലമായി ബാബയുടെ അധ്വാനം കൊണ്ട് അവിടെ ഒരു ഭംഗിയുള്ള പൂന്തോട്ടമുണ്ടായി. ഈ സ്ഥലത്താണ് ഇപ്പോഴത്തെ വലിയ കെട്ടിടമായ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ അനവധി ഭക്തന്മാർ സന്ദർശിച്ചു ഉപയോഗിച്ചു വരുന്നു. അക്കൽക്കോട്ട് മഹാരാജിന്റെ ശിഷ്യനായ ഭായി കൃഷ്ണജി അലി ബക്കർ എന്നയാൾ അക്കൽക്കോട്ട് മഹാരാജാവിന്റെ ഫോട്ടോ പൂജിച്ചിരുന്നു. ഒരിക്കൽ അയാൾ അക്കൽക്കോട്ട് പോയി മഹാരാജിന്റെ പാദുകങ്ങളെ വണങ്ങി പൂജിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പോവാൻ സാധിച്ചില്ല. അതിനു മുമ്പ് അയാൾക്കൊരു സ്വപ്നദർശനമുണ്ടായി. അക്കൽക്കോട്ട് മഹാരാജാവ് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഷിർദിയിലാണ് ഞാൻ വിശ്രമസ്ഥാനം, അവിടെ പോയി പൂജിക്കുക. അങ്ങനെ ബായി അയാളുടെ പരിപാടി മാറ്റി ഷിർദിയിൽ വന്നു ബാബയെ പൂജിച്ച് 6 മാസം ഷിർദിയിൽ താമസിച്ച് സന്തുഷ്ടനായി. ഇതിന്റെ സ്മാരകമായി അദ്ദേഹം പാദുകങ്ങൾ നിർമ്മിച്ച് ശകാബ്ദം 1834 ശ്രാവണ മാസത്തിൽ വേപ്പുമരച്ചൂട്ടിൽ സ്ഥാപിച്ചു. അതിനുവേണ്ട ചടങ്ങുകളും പൂജാവിധികളും നടത്തിയത് താതാ കേൽക്കറും ഉപാസനിയുമായിരുന്നു. ഒരു ദീക്ഷിത് ബ്രാഹ്മണനെ പൂജയ്ക്കായും സഗുൺ എന്ന ഭക്തനെ അതിന്റെ കാര്യാന്വേഷകനായും നിയമിച്ചു. ഈ കഥയുടെ പൂർണ്ണ വിവരങ്ങൾ. മാമലത്ദാരായി റിട്ടയർ ചെയ്ത PV ദേവ് സഗുൺ മേരു നായിക്കിനോടും
ഗോവിന്ദ് കാംലാക്കർ ദീക്ഷിതിനോടും അന്വേഷിച്ച് പാദുകങ്ങളെപ്പറ്റി പൂർണ്ണ വിവരം താഴെ പറയും പ്രകാരം സായി ലീല മാസിക 2ാം വോള്യം 1ാം നമ്പർ 25ാം പേജിൽ പ്രസിദ്ധപ്പെടുത്തി. 1834 ശകവർഷത്തിൽ ബോംബെയിൽ നിന്നും ഡോക്ടർ രാമറാവു കോത്താരി ഷിർദിയിൽ ബാബാ ദർശനത്തിന് വന്നു. അയാളുടെ കമ്പൗണ്ടറും ബായി കൃഷ്ണാജി അലിബക്കാറും കൂടെ വന്നിരുന്നു. അവർ സഗുൻ മേരു നായിക്കിനും GK ദീക്ഷിത്തുമായി മിശ്രങ്ങളായി. സംസാരമധ്യേ ബാബ ആദ്യം ഷിർദിയിൽ വന്ന് വേപ്പുമരച്ചൂട്ടിലിരുന്നതിന് ഒരു സ്മാരകം വേണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ബാബയുടെ പാദുകം കരിങ്കല്ലിൽ കൊത്തി സ്ഥാപിക്കാൻ ആദ്യം ആലോചിച്ചു. അപ്പോൾ കമ്പൗണ്ടർ ഈ വിവരം ഡോക്ടറെ അറിയിച്ചാൽ നല്ല മൃദുവായ കല്ലുകൊണ്ട് അദ്ദേഹം പാദുകം തീർപ്പിക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും അതിനോട് യോജിച്ച് ഡോക്ടർ കോത്താരിയെ വിവരം അറിയിച്ചു. അദ്ദേഹം ഷിർദിയിൽ വന്ന് പാദുകങ്ങളുടെ ഒരു പ്ലാൻ വരച്ചു. എന്നിട്ട് ഖണ്ഡോബാ ക്ഷേത്രത്തിലിരിക്കുന്ന ഉപാസനി മഹാരാജനെ പ്ലാൻ കാണിച്ചു. അദ്ദേഹം പല വ്യത്യാസങ്ങളും വരുത്തി. താമര, പുഷ്പങ്ങൾ, ശംഖ്, ചക്രം, മനുഷ്യൻ മുതലായവ പലതും ചേർത്തു. കൂടാതെ സദാനിംബവൃക്ഷസ്യ മൂലാദിവാസാത് സുധാശ്രാവീണം തിക്തമപ്യം പ്രിയം തം തരും കൽപ്പവൃക്ഷാദികം സാരയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം എന്ന ശ്ലോകവും അതിന്മേൽ കൊത്തിവെക്കാൻ പറഞ്ഞു. എപ്പോഴും നിംബവൃക്ഷത്തിന്റെ ചൂട്ടിൽ താമസിച്ച് കയ്പുള്ളതായ ആ വൃക്ഷത്തെ അമൃതൊഴുകുന്ന കൽപ്പവൃക്ഷത്തെക്കാൾ അധികം മഹത്വമുള്ളതാക്കി തീർത്ത സദ്ഗുരുവും ഈശ്വരനുമായ സായിനാഥനെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഉപാസനയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അപ്രകാരം ചെയ്തു. ബോംബെയിൽ പാദുകങ്ങൾ നിർമ്മിച്ച് കമ്പൗണ്ടർ വശം കൊടുത്തയച്ചു. അദ്ദേഹം അവയെ ശ്രാവണ പൗർണമിക്ക് സ്ഥാപിക്കാൻ പറഞ്ഞു. അന്ന് പകൽ 11 മണിക്ക് GK ദീക്ഷിത് അവയെ ഖണ്ഡോബാ ക്ഷേത്രത്തിൽ നിന്ന് തലയിൽ വെച്ച് പരിവാര സമേതം ദ്വാരകാമായി മസ്ജിദേക്ക് കൊണ്ടുവന്നു. ബാബ പാദുകങ്ങൾ തൊട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് അത് പാദങ്ങളാണെന്നും വേപ്പുമരച്ചുവട്ടിൽ സ്ഥാപിച്ചു കൊള്ളുവിൻ എന്നും പറഞ്ഞു. അതിൻ്റെ തലേ ദിവസം ബോംബെയിൽ നിന്ന് പാസ്താഷേട്ട് എന്ന പാർസി ഭക്തൻ 25 രൂപ മണി ഓർഡർ അയച്ചിരുന്നു. ഈ സംഖ്യ പാദകം സ്ഥാപിക്കാനുള്ള ചിലവിലേക്ക് ബാബ കൊടുത്തു. ഒട്ടാകെ ചിലവായ 100 രൂപയിൽ ബാക്കി 75 രൂപ സംഭാവനയായും പിരിച്ചു. ആദ്യത്തെ 5 വർഷങ്ങൾ GK ദീക്ഷിത് പാദുക പൂജ നടത്തി. പിന്നെ ലക്ഷ്മണൻ കച്ചേശ്വർ ഗാദി എന്നയാൾ പൂജ നടത്തി. ആദ്യത്തെ 5 വർഷം മാസം തോറും വിളക്ക് വയ്ക്കാൻ 2 ഉറുപ്പിക വീതം ഡോക്ടർ കോത്താരി അയച്ചു കൊടുത്തു. കൂടാതെ ചുറ്റും പൈപ്പ് വേലി കെട്ടാനുള്ള ചിലവും അയാൾ ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് പൈപ്പ് റെയിലിംഗ് ഷിർദിക്ക് കൊണ്ടുവരാനുള്ള ചിലവ് 7 ഉറുപ്പികയായിരുന്നു. സഗുൺ മേരു നായക് കൊടുത്തു. ഇപ്പോൾ ജഗാദി പൂജ നടത്തുകയും സഗുൺ മേരു നായക് നൈവേദ്യത്തിനും വിളക്ക് വയ്ക്കാനും വേണ്ട ചിലവ് നടത്തുകയും ചെയ്യുന്നു. ബായി കൃഷ്ണാജി തുടക്കത്തിൽ അക്കൽക്കോട്ട് മഹാരാജന്റെ ഭക്തനായിരുന്നു. അയാൾ 1834 പാദകം സ്ഥാപിക്കുന്ന കാലത്ത് അക്കൽക്കോട്ടയ്ക്ക് പോകും വഴി ഷിർദിയിൽ വന്നു. ബാബയെ ദർശനം ചെയ്ത് അക്കൽക്കോട്ടയ്ക്ക് കൊണ്ടുപോവാനായിരുന്നു ഉദ്ദേശം. അയാൾ അത് ബാബയോട് അനുവാദം ചോദിച്ചു. നീ എന്തിനാ അവിടെ പോകുന്നു? അവിടുത്തെ മഹാരാജ് ഇവിടെ തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഇത് കേട്ട് ബായി അക്കൽക്കോട്ടയ്ക്ക് പോവേണ്ടെന്ന് നിശ്ചയിച്ചു. പാദുക സ്ഥാപനത്തിന് ശേഷം അയാൾ പലതവണ ഷിർദിയിൽ വരാറുണ്ടായിരുന്നു. ഈ പറഞ്ഞ വിവരങ്ങൾ ഹേമത് പാന്തിന് അറിയില്ലെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ അത് സച്ചരിത്രത്തിൽ ചേർക്കുമായിരുന്നുവെന്നും PV ദേവ് പറഞ്ഞത് ലേഖനം അവസാനിപ്പിക്കുന്നു. മൊയ്തീൻ തമ്പോലിയുമായുള്ള മല്ലയുദ്ധവും ജീവിതത്തിൽ വന്ന മാറ്റവും. ബാബയുടെ മറ്റു കഥകളിലേക്ക് മടങ്ങുക. ഷിർദിയിൽ മൊയ്തീൻ തമ്പോലി എന്നു പേരായ ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു. ചില സംഗതികളിൽ ബാബയും അയാളുമായി യോജിക്കാത്തതിനാൽ
അവർ തമ്മിൽ ഒരു ഗുസ്തി യുദ്ധം നടന്നു. അതിൽ ബാബ പരാജിതനായി. അന്നു മുതൽ ബാബ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയും മാറ്റി. ബാബ കഫ്നി എന്ന നീളം കുപ്പായവും ഒരു ലങ്കോട്ടിയും ധരിച്ചു. തലമുടി ഒരു തുണിക്കഷ്ണം കൊണ്ട് കെട്ടുകയും ഒരു ചാക്കിൻ കഷ്ണം ഇരിക്കാനും ഒരു ചാക്കിൻ കഷ്ണം കിടക്കാനും ഉപയോഗിച്ചു. കീറി ദ്രവിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ സംതൃപ്തനായി. സായിബാബ പറയും, ദാരിദ്ര്യം രാജത്വത്തെക്കാൾ നല്ലതാണ്, പ്രഭുത്വത്തെക്കാൾ എത്രയോ ഉപരി മെച്ചപ്പെട്ടതാണ്. ഭഗവാൻ ദരിദ്രന്റെ ചങ്ങാതിയാണ് എന്ന്. ഗംഗാഗീറും ഗുസ്തിപ്രിയനായിരുന്നു. ഒരു ഗുസ്തി മത്സര സമയത്ത് അദ്ദേഹം ദൈവവാക്യം പോലെ നീ ദൈവവുമായി കളിച്ച് ദേഹം തളർത്തി കളയുക എന്ന വാക്കുകൾ കേൾക്കുകയും അതോടുകൂടി വിരക്തി വന്നു ചേരുകയും ചെയ്തു. അദ്ദേഹം സംസാരം ഉപേക്ഷിച്ച് ആത്മജ്ഞാനത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. പുന്താബിക്കടുത്ത് പുഴക്കരയിൽ ഒരു മഠം സ്ഥാപിച്ച് അദ്ദേഹം ശിഷ്യന്മാരോടുകൂടി അവിടെ താമസിച്ചു. സായിബാബ ജനങ്ങളുമായി അങ്ങനെ ഇടപഴകി പെരുമാറാറില്ല. ബാബ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കലാണ് പതിവ്. അധികവും വേപ്പ് മരച്ചുവട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രാമത്തിനു പുറമെ പുഴക്കരയിലുള്ള ബാമ്പുൾ മരത്തണലിലിരിക്കും. വൈകുന്നേരം ചില അവസരങ്ങളിൽ നിമഗോവൺ വരെ നടക്കും. അവിടെ ത്രിംബയക് ജി ഡക്കാളിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. അവിടുത്തെ ബാബ സാഹിബിനെ സായിബാബയ്ക്ക് ഇഷ്ടമായിരുന്നു. അയാളുടെ അനുജന് പുത്രനുണ്ടായില്ല. ബാബാ സാഹിബ് നാനാ സാഹിബിന്റെ ബാബാ ദർശനത്തിന് അയക്കുകയും കുറച്ചു കാലത്തിനുള്ളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. അന്നു മുതൽ സായിബാബയുടെ പ്രശസ്തി വർദ്ധിച്ച് അഹമ്മദ് നഗറിൽ നിന്നും മറ്റും അനവധി ജനങ്ങൾ ദർശനത്തിനായി വരാൻ തുടങ്ങി. അന്നു മുതൽ നാനാ സാഹിബ് ചന്ദോർക്കർ, കേശവ് ചിദംബർ മുതലായ അനവധി പേർ ഷിർദിയിൽ വരാൻ തുടങ്ങി. പകൽ മുഴുവൻ ഭക്തന്മാരാൽ ചുറ്റപ്പെട്ട ബാബ പഴകി ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയിൽ രാത്രി ഒറ്റയ്ക്കുറങ്ങി. ബാബയുടെ സാമഗ്രികൾ ഇക്കാലത്ത് പുകവലിക്കാനുള്ള കുഴൽ, പുകയില, ടിൻപാത്രം, നീണ്ട കഫ്നിക്കുപ്പായം, തലമൂടിക്കെട്ടിയ ഒരു തുണിക്കഷ്ണം, ഒരു ചെറുവടി, എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് ഇത്രയുമായിരുന്നു. തലയ്ക്ക് കെട്ടിയ വെള്ളത്തുണി ജട പോലെ പിരിച്ച് ഇടത് ചെവിയുടെ ഭാഗത്തു കൂടി മുന്നോട്ട് തൂക്കിക്കിടക്കും. ബാബ ഷൂസോ മെതിയടിയോ ധരിച്ചിരുന്നില്ല. ദിവസത്തിലധികവും ഒരു ചാക്കിന്മേലാണ് ഇരുന്നിരുന്നത്. ഒരു കൗപീനവും ധരിച്ചിരുന്നു. തണുപ്പില്ലാത്തതിനാൽ എപ്പോഴും തീ എരിയിച്ചിരുന്നു. ഈ തീയാണ് ധുനി എന്ന് പറയുന്നത്. എപ്പോഴും തെക്കോട്ട് മുഖമായി മരത്തിന്റെ ആൾമറയിൽ ഇടം കൈ വെച്ചിരിക്കും. ആ ധുനിയിൽ ബാബ ബലിയായി അഹംഭാവം, ആശ, ചിന്ത ഇവയർപ്പിച്ചുകൊണ്ട് സദാ അള്ളാ മാലിക്, ദൈവമാണ് ഒരേ ഉടമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കും. ബാബ ഇരിക്കുന്ന പള്ളിക്ക് 2 മുറികളുടെ വലിപ്പമേയുള്ളൂ. അവിടെ എല്ലാ ഭക്തന്മാരും ബാബയെ വന്നു കാണും. 1912 ശേഷം ഒരു വ്യത്യാസം വന്നു. പഴയ പള്ളി കേടുപാടു തീർത്ത് ഒരു മുറ്റവും പണി ചെയ്തു. മസ്ജിദ് താമസമാക്കുന്നതിന് മുമ്പ് ബാബ ഒരു താക്കിയയിൽ മുസ്ലിം പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം കുറെ കാലം താമസിച്ചിരുന്നു. അന്നു കാലിൽ ചെറിയ ചിലങ്കകൾ കെട്ടി ബാബ മധുരമായി പാടി ആനന്ദ നൃത്തമാടിയിരുന്നു. വെള്ളത്തെ എണ്ണയാക്കി മാറ്റിയത്. സായിബാബയ്ക്ക് വിളക്കുകൾ വലിയ പ്രിയമായിരുന്നു. ബാബ കടക്കാരിൽ നിന്ന് എണ്ണ കടം വാങ്ങി മസ്ജിദിലും അമ്പലത്തിലും രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കലുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കാലം നടന്നു. അതിന് എണ്ണ കൊടുത്തിരുന്ന ബനിയ കച്ചവടക്കാരൻ തമ്മിലാലോചിച്ച് ബാബയ്ക്ക് എണ്ണ കൊടുക്കുകയില്ലെന്ന് നിശ്ചയിച്ചു. പതിവ് പോലെ ബാബ എണ്ണ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഇല്ലെന്ന് തീർത്തു പറഞ്ഞു. തീരെ ക്ഷുഭിതനാവാതെ ബാബ മസ്ജിദിൽ വന്നു വിളക്കിൽ തിരിയിട്ടു. ബനിയാമാർ ജിജ്ഞാസുക്കളായി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ബാബ
തകരപാത്രം എടുത്തു. അതിൽ എണ്ണ ലേശം പറ്റി നിന്നിരുന്നു. ബാബ അതിൽ വെള്ളം ഒഴിച്ചു കുടിച്ചു. അങ്ങനെ ശുദ്ധി വരുത്തി വീണ്ടും തകരപാത്രത്തിൽ വെള്ളമെടുത്ത് എല്ലാ വിളക്കുകളും ഒഴിച്ച് തിരികൾ കൊളുത്തി. നോക്കി നിൽക്കുന്ന ബനിയന്മാരെ അന്തം വിടുവിച്ചുകൊണ്ട് അതിഭയങ്കരമാവണ്ണം രാത്രി മുഴുവൻ ആ വിളക്കുകൾ കത്തി. ബനിയാമാർ പശ്ചാത്തപിച്ച് ബാബയോട് മാപ്പപേക്ഷിച്ചു. ബാബ അവരോട് സത്യവാന്മാരായിരിക്കുവാൻ ഉപദേശം നൽകി. മുൻ പറഞ്ഞ ഗുസ്തി സംഭവത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞതിൽ പിന്നെ ജവഹർ അലി എന്നു പേരായ ഒരു ഫക്കീർ അഹമ്മദ് നഗറിൽ നിന്നും പരിവാര സമേതം റഹഡ ഗ്രാമത്തിൽ വന്ന് വീരഭദ്ര ക്ഷേത്രത്തിനടുത്ത് ഒരു വലിയ മുറിയിൽ താമസമാക്കി. ഫക്കീർ പണ്ഡിതനും ഖുർആൻ മുഴുവൻ പഠിച്ച നല്ല വാഗ്മിയും ആയിരുന്നു. അനവധി ഭക്തന്മാർ അയാളെ കണ്ടു വണങ്ങി ബഹുമാനിച്ചു പോന്നു. ജനസഹായം കൊണ്ട് അയാൾ വീരഭദ്ര ക്ഷേത്രത്തിനു മുന്നിൽ ഒരു ഈദ്ഗാ പണിയാൻ തുടങ്ങി. ഈദ്ഗാ പ്രാർത്ഥനയ്ക്കുള്ള ചുമർ. ഇത് സംബന്ധിച്ച് ചില കുഴപ്പങ്ങൾ ഉണ്ടായതിനാൽ ജവഹർ അലിക്ക് റഹഡ വിടേണ്ടി വന്നു. അങ്ങനെ അയാൾ ഷിർദിയിലേക്ക് പോന്നു. ബാബയോട് കൂടി താമസം തുടങ്ങി. അയാളുടെ മധുരമായ സംഭാഷണവും കൊണ്ട് ജനങ്ങൾ വശീകൃതരാവുകയും അയാൾ ബാബയെ ശിഷ്യനെന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബാബ യാതൊരു തടസ്സവും പറയാതെ അയാളുടെ ശിഷ്യനായിരിക്കാൻ സമ്മതിച്ചു. പിന്നെ ഗുരുവും ശിഷ്യനും റഹഡയിലേക്ക് മടങ്ങാനും അവിടെ താമസിക്കാനും തീരുമാനിച്ചു. ഗുരുവിന് ശിഷ്യന്റെ മഹത്വം അറിഞ്ഞുകൂടെങ്കിലും ശിഷ്യന് ഗുരുവിന്റെ ദോഷങ്ങൾ അറിയാമായിരുന്നു. എങ്കിലും അയാളെ അവഹേളിക്കാതെ ശിഷ്യനെ പോലെ പരിചരിക്കാൻ തുടങ്ങി. ഗുരുവിനെ പലതരത്തിലും ഉപചരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഷിർദിയിൽ വരുമെങ്കിലും പ്രധാന താമസം റഹഡയിലാക്കി. ബാബയുടെ ഷിർദി ഭക്തന്മാർക്ക് ബാബ റഹഡയിലേക്ക് താമസം മാറിയത് ഇഷ്ടമായിരുന്നില്ല. അവർ ഒരു നിവേദക സംഘമായി ബാബയെ ഷിർദിയിലേക്ക് കൊണ്ടുപോരാൻ ചെന്നു. ഈദ്ഗയ്ക്കടുത്തു വെച്ച് അവർ ബാബയെ കണ്ട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഫക്കീർ കോപിഷ്ഠനാണെന്നും അയാളെ ബാബയ്ക്ക് വിടാൻ നിവൃത്തിയില്ലെന്നും ഫക്കീർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഉടനെ മടങ്ങിപ്പോകണമെന്നും പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഫക്കീർ തിരിച്ചു വരികയും ശിഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് അവരോട് കോപിക്കുകയും ചെയ്തു. ചില വാക്ക് തർക്കങ്ങൾക്കു ശേഷം ഒടുവിൽ ഗുരുവും ശിഷ്യനും ഷിർദിയിലേക്ക് മടങ്ങി. അവിടെ താമസമാക്കി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗുരുവിനെ ദേവിദാസ് പരീക്ഷിച്ച് തർക്കത്തിൽ തോൽപ്പിച്ചു. ബാബ കല്യാണ പാർട്ടിയോടുകൂടി വരുന്നതിന് 12 കൊല്ലം മുമ്പ് 10-11 വയസ്സുള്ള ദേവിദാസ് ഷിർദിയിൽ വന്ന് മാരുതി ക്ഷേത്രത്തിൽ താമസമാക്കിയത്. ദേവിദാസ് സുന്ദരരൂപനും തിളങ്ങുന്ന കണ്ണോടുകൂടിയവനും വിരക്തനും ജ്ഞാനിയുമായിരുന്നു. താത്യാക്കോട്ടെ, കാശിനാഥ് മുതലായ പലരും അദ്ദേഹത്തെ ഗുരുവായി കരുതിയിരുന്നു. അവർ ജവഹർ അലിയെ അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ചർച്ച നടത്തിയതിൽ പരാജിതനായി ഷിർദിയിൽ നിന്നും ഓടിപ്പോയി. അങ്ങനെ ബീജാപൂരിൽ കുറെ കാലം താമസിച്ച് ഷിർദിയിലേക്ക് മടങ്ങി വന്ന് ജവഹർ അലി ബാബയെ സാഷ്ടാംഗം പ്രണമിച്ചു. അയാൾ ഗുരുവെന്നും സായിബാബ ശിഷ്യനെന്നുമുള്ള തെറ്റിദ്ധാരണ നീങ്ങി അയാൾ പശ്ചാത്തപിച്ചു. എന്നിട്ടു ബാബ കാണിക്കുന്നത് അഹംഭാവം കളഞ്ഞ് ആത്മജ്ഞാനം കൈവരുത്താൻ ശിഷ്യനെ പോലെയും സേവനങ്ങൾ ചെയ്യുമെന്നതാണ്. ഈ കഥ ബാബയുടെ മഹാഭക്തനായ മഹൽസാപതി പറഞ്ഞു തന്നതനുസരിച്ചാണ് ഇവിടെ ചേർത്തത്. അടുത്ത അധ്യായത്തിൽ രാമനവമി ഉത്സവവും മസ്ജിദ്, അതിൻ്റെ പൂർവസ്ഥിതി, പിന്നിലുണ്ടായ ഭേദഗതി എന്നിവയെപ്പറ്റിയും പ്രതിപാദിക്കുന്നു. ശ്രീ സായി നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായി നാരായ നമഃ. ശ്രീ സായി സജ്ജരന്ന് കേൾക്കുന്ന എല്ലാവർക്കും ശ്രീ സായി ബാബയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ ഞാൻ ശ്രീ സായി ബാബയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഓം ശ്രീ സായി നാഥായ നമഃ. വന്ദേ ഗുരുപരമ്പര.